ഈ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രാജി ഒഴിവാക്കി പാർട്ടിയിൽ നിന്നും പുറത്താക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം. ഇതുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോ KPCC ഔദ്യോഗിക പ്രഖ്യാപനം നടത്തും. കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ ഉൾപ്പെടെ നടന്ന ചർച്ചകൾക്കു ശേഷമാണ് രാഹുലിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കാനുള്ള തീരുമാനം വന്നത്. MLA സ്ഥാനം രാജിവെക്കുന്നത് പാർട്ടിക്ക് തിരിച്ചടിയാകും എന്ന വിലയിരുത്തലിലാണ് കോൺഗ്രസും ഘടകകക്ഷികളും. അതേസമയം പാർട്ടി പുറത്താക്കിയാൽ സ്വയം പ്രതിരോധിക്കാനുള്ള പുതിയ കുതന്ത്രങ്ങൾ മെനയുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് വിശദമായ ചർച്ചകളിലേക്ക് പോകാം. നമ്മുടെ ശ്രീരാജ് ബാബു പത്തനംതിട്ടയിൽ നിന്ന്, അർജുൻ രാജ് തിരുവനന്തപുരത്ത് നിന്ന്, ശരത്ലാൽ ഡൽഹിയിൽ നിന്ന് നമുക്കിപ്പം തത്സമയം ചേരുന്നുണ്ട്. ആദ്യം ശ്രീരാജിലേക്ക് പോവുകയാണ്. ശ്രീരാജ്, ഗുഡ് മോർണിംഗ്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ആണ് ഇപ്പോഴത്തെ ചർച്ച. അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് കാര്യങ്ങളൊക്കെ മുമ്പോട്ട് പോകുന്നത്. ഇപ്പോൾ ഈ KPCCയുടെ ഭാഗത്ത് നിന്നും സസ്പെൻഷനിലേക്ക് നടപടി ഒതുങ്ങാനുള്ള സാധ്യത തന്നെയാണ് കൂടുതലായി നിലനിൽക്കുന്നത്. എന്താണ് രാഹുലിന്റെ അടുത്ത നീക്കം? ഇന്നലെ രാഹുൽ മാധ്യമങ്ങളോട് വന്ന് അവന്തിക ഉന്നയിച്ച ആരോപണങ്ങൾക്കൊക്കെയും ഫോൺ റെക്കോർഡ് അടക്കം പുറത്തുവിട്ട് അതിനൊരു വിശദീകരണമൊക്കെ നൽകിയിരുന്നു. വീണ്ടും മാധ്യമങ്ങളെ കാണാമെന്ന് പറഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം മറ്റ് ചോദ്യങ്ങളോട് പ്രതികരിക്കാതെ വീടിനുള്ളിലേക്ക് പോയതും. അപ്പോൾ ഇന്ന് മാധ്യമങ്ങളെ കാണാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ? മറ്റ് ആരോപണങ്ങൾക്ക് രാഹുലിന്റെ ഭാഗത്ത് എന്തെങ്കിലും മറുപടി നമുക്ക് പ്രതീക്ഷിക്കാമോ? രാഹുൽ നടത്തുന്ന നീക്കങ്ങൾ എങ്ങനെയൊക്കെയാണ് ശ്രീരാജ്? അതിൽ നിന്ന് തുടങ്ങാം നമുക്ക്. സേതു, അങ്ങനെ തന്നെയാണ്. കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഒരു കാര്യത്തിൽ മാത്രമായിരുന്നു രാഹുൽ വിശദീകരണം കണ്ടെത്താൻ ശ്രമിച്ചത്. അവന്തികയുടെ ആരോപണവുമായി ബന്ധപ്പെട്ട് മറ്റുള്ള ഒരാരോപണങ്ങളിലും അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിൽ വിശദീകരിക്കാനോ തൻ്റെ ഭാഗം ന്യായീകരിക്കാനോ കഴിഞ്ഞിട്ടില്ല. മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ അദ്ദേഹം മറുപടി നൽകിയിട്ടുമില്ല. ചോദ്യങ്ങളോട് പ്രതികരിക്കാതെ തിരികെ മുറിയിലേക്ക് കയറിപ്പോവുകയായിരുന്നു. കഴിഞ്ഞ ദിവസം രാഹുലുമായി ഏറ്റവും അടുത്ത വൃത്തങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് രാഹുലിൻ്റെ പക്കൽ കൂടുതൽ തെളിവുകളുണ്ട് എന്നാണ് രാഹുലും അനുയായികളും പറയുന്നത്. വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും സമയങ്ങളിൽ ആ തെളിവുകൾ കൂടി പുറത്തുവിടുമെന്നും അവർ പറയുന്നു. അങ്ങനെയെങ്കിൽ ഏത് വിഷയത്തിലാകും രാഹുലിൻ്റെ പക്കൽ കൂടുതൽ തെളിവുകൾ ഉള്ളത്, ആരുടെ ആരോപണങ്ങളിലാകും കൂടുതൽ വ്യക്തത വരുത്താൻ രാഹുലിന് കഴിയുക എന്നതാണ് ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഏറെ കാത്തിരിക്കുന്ന തെളിവുകൾ എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും ഗുരുതരമായ ആരോപണം കാൾ റെക്കോർഡിലുള്ള യുവതിയുമായി ബന്ധപ്പെട്ട സംഭാഷണങ്ങളാണ്. അതിൽ രാഹുൽ ഗർഭഛിദ്രത്തിന് നിർബന്ധിക്കുന്നതും അതുപോലെ തന്നെ ആ പെൺകുട്ടിക്കെതിരെ വധഭീഷണി മുഴക്കുന്നതുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള ഫോൺ സംഭാഷണങ്ങൾ ആ കോൾ റെക്കോർഡിൽ ഉണ്ടായിരുന്നു. അതുതന്നെയായിരുന്നു ഏറ്റവും ഗുരുതരമായ ആരോപണങ്ങളായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപിക്കപ്പെട്ടതും. ആ ശബ്ദം നമുക്കെല്ലാം തന്നെ സുപരിചിതമായ ആ രീതിയിലുള്ള രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ശബ്ദം തന്നെയായിരുന്നു. ആദ്യ കേൾവിയിൽ തന്നെ അത് രാഹുലിൻ്റേതാണെന്ന് ബോധ്യപ്പെടുന്ന ശബ്ദം തന്നെയായിരുന്നു അത്. അപ്പോൾ അതിൽ എന്ത് വ്യക്തതയായിരിക്കും രാഹുലിന് വരുത്താനുള്ളത് എന്നാണ് ഇനി അറിയാനുള്ളത്. ആ ശബ്ദരേഖയിൽ ഉള്ള ശബ്ദം രാഹുലിൻ്റേത് തന്നെയാണോ എന്നുള്ള കാര്യത്തിലെല്ലാം തന്നെയായിരിക്കും രാഹുൽ ഇനി വ്യക്തത വരുത്തേണ്ടതുള്ളത്. ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾക്ക് അക്കാര്യത്തിൽ രാഹുൽ മറുപടി നൽകിയിട്ടില്ല. ആ ചോദ്യത്തെ അഭിമുഖീകരിക്കുകയും ചെയ്തില്ല രാഹുൽ കഴിഞ്ഞ രണ്ട് തവണ മാധ്യമങ്ങളെ കണ്ടപ്പോഴും. ഇന്നും മാധ്യമങ്ങളെ കാണാനുള്ള സാധ്യതയുണ്ട്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാഹുലിൻ്റെ പക്കലുള്ള തെളിവുകൾ കൂടുതൽ തെളിവുകളുണ്ട് എന്ന് പറയപ്പെടുന്നു. രാഹുലുമായി ഏറ്റവും അടുത്ത ആളുകൾ, രാഹുലുമായി ഏറ്റവും അടുത്ത വൃത്തങ്ങളിൽ നിന്നും അങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള തെളിവുകളും കൂടുതൽ പുറത്തുവിടും എന്ന് പറയുന്നു. പക്ഷേ അത് ആരുമായി ബന്ധപ്പെട്ട തെളിവുകളാണോ, ആരുന്നയിക്കപ്പെട്ട ആരോപണങ്ങൾക്കുള്ള മറുപടിയാണോ, ന്യായീകരിക്കലാണോ എന്നുള്ള കാര്യത്തിലൊരു വ്യക്തതയില്ല. കാരണം നിരവധി ആരോപണങ്ങൾ രാഹുലിനെതിരെ നിലവിൽ ഉന്നയിക്കപ്പെടുന്നുണ്ട്. കോൾ റെക്കോർഡിന് പുറമെ മറ്റ് ചാറ്റുകളും അതുപോലെയുള്ള കാര്യങ്ങളും രാഹുലിനെതിരെ ആരോപണങ്ങളായി നിലവിൽ രംഗത്തുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഏതിലാണ് കൂടുതൽ വ്യക്തത വരുത്താൻ രാഹുൽ ശ്രമിക്കുന്നത് എന്ന കാര്യത്തിലാണ് നമുക്കൊരു വ്യക്തതയില്ലാത്തത്. എന്തായാലും കഴിഞ്ഞ 2 തവണയും രാഹുൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ കൃത്യമായ മറുപടിയൊന്നും തന്നെ പറയാൻ സാധിച്ചിരുന്നില്ല. വീട്ടിൽ തന്നെയാണ് കഴിഞ്ഞ 6 ദിവസമായി രാഹുൽ തുടരുന്നതും. അതുകൊണ്ട് തന്നെ ഇന്നും വീട്ടിൽ തന്നെയായിരിക്കും രാഹുൽ തുടരുന്നത്. പക്ഷേ മാധ്യമങ്ങളെ കാണാനുള്ള സാധ്യതയുണ്ട്. ആദ്യ ദിവസം മാധ്യമങ്ങളെ കണ്ടെങ്കിലും കൃത്യമായ മറുപടി നൽകാതെ 2ാം ദിവസവും മാധ്യമങ്ങളെ കാണുന്നതിന് തൊട്ട് മുൻപായിരുന്നു ആ വാർത്താ സമ്മേളനം റദ്ദ് ചെയ്തത്. നേതൃത്വത്തിൻ്റെ ഇടപെടലിലൂടെയായിരുന്നു റദ്ദ് ചെയ്തത്. പക്ഷേ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കാണുകയും ചെയ്തു. രാഹുലിന് ആദ്യ ദിവസം ഇത്തരത്തിൽ മാധ്യമങ്ങളെ കാണരുത് എന്ന് പറഞ്ഞപ്പോൾ രാഹുൽ നൽകിയ നിർദ്ദേശം ഇത്തരത്തിൽ ഇരകളെ ഭീഷണിപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു കാര്യങ്ങളും പറയരുത്, മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയരുത് എന്നായിരുന്നു രാഹുലിന് നിർദ്ദേശം ഉണ്ടായിരുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം വന്ന് അവന്തികയുടെ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട ചില തെളിവുകൾ രാഹുൽ പുറത്തുവിടുകയും ചെയ്തു. ഒരു മാധ്യമപ്രവർത്തകനുമായി ബന്ധപ്പെട്ട ഫോൺ സംഭാഷണമായിരുന്നു രാഹുൽ പുറത്തുവിട്ടത്. രാഹുൽ പറയാൻ ശ്രമിക്കുന്നത് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾക്ക് മുന്നിൽ തനിക്കെതിരെ ഗൂഢാലോചന നടക്കുന്നുണ്ട്,
പറയുന്നുണ്ട്. തൻ്റെ ഭാഗം കേൾക്കാൻ തയ്യാറാകുന്നില്ല എന്ന തരത്തിലായിരുന്നു രാഹുൽ വിശദീകരിക്കാൻ ശ്രമിച്ചത്. പക്ഷേ മറ്റുള്ള ആരോപണങ്ങൾ, ഈ ആരോപണം, അവന്തികയുടെ ആരോപണം താരതമ്യേന ശരി ശ്രീയുടെ നോക്കാം. ഇന്നിപ്പോ ഈ അല്ലെങ്കിൽ രാഹുൽ മാധ്യമങ്ങളെ കാണുമോ, മറ്റെന്തെങ്കിലും കാര്യങ്ങളിലൊക്കെ വ്യക്തത വരുത്തുമ്പോൾ നോക്കാം. ശ്രീരാജിലേക്ക് വരാം ഞാൻ.